ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം അതാ ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചി അവൻ്റെ കാറൊക്കെ ഓടിക്കുന്ന ആ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് കൂട്ടുകാരാണെങ്കിലോ, എടാ സച്ചി, ഇന്നിപ്പോൾ ഇത്രയും നേരമായിട്ടും നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ, ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കുവോ എന്തോ, ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അത് തന്നെയാണ് ഇപ്പം ഞാനും ചിന്തിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പം തന്നെ ദാ വണ്ടിയുടെ ഡ്യൂ ഒക്കെ കെട്ടണം, അതിന് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നെന്നും പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയം നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ സുധിയെ കുറിച്ചിട്ട് ചോദിക്കുകയാണ്. അല്ലടാ, നിന്റെ ചേട്ടന് മലേഷ്യക്കാരൻ അമ്മായിയപ്പൻ എന്തൊക്കെയോ പൈസ കൊടുത്തു എന്ന് അറിഞ്ഞല്ലോ, അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഉള്ളതാണോ അതോ വല്ലവരെയും പറ്റിച്ച പൈസയാണോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. എന്തായാലും ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അവരെ ആരെയും കണ്ടിട്ടൊന്നും ഇല്ലടാ. പിന്നെ അവളുടെ അച്ഛൻ കൊടുത്ത കാശാണ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ബിസിനസ് പ്ലാനും ഒക്കെ ആയിട്ടാണ് ശ്രുതി നടക്കുന്നതെന്നും സച്ചി ആ കൂട്ടുകാരന്മാരുടെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ ഇവർ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഒരു സന്യാസി അമ്മാവൻ വരികയാണ്. അപ്പൊ പുള്ളി വന്ന പാടെ തന്നെ നമ്മുടെ സച്ചിയെ കണ്ടതും ഭയങ്കര ധൈര്യശാലിയാണല്ലേ, ദേ ഈ മുഖത്ത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ധനയോഗം, അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതം, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സച്ചിയാണെങ്കിലും ഇതിലൊന്നും വലിയ താല്പര്യവും വിശ്വാസമൊന്നും ഇല്ലാത്ത കൊണ്ട് അതൊക്കെ കേട്ട പാടെ തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 10-20 രൂപ വേണമെങ്കിൽ ഞാൻ തരാം, അതിനു വേണ്ടിയിട്ട് ചുമ്മാ എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയണ്ടെന്നും പറഞ്ഞ് അവൻ്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് പുള്ളിക്കാരന് കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പം ആ പുള്ളി പറഞ്ഞു, ദേ ഞാൻ കാശിന് വേണ്ടിയിട്ടൊന്നും അല്ല, നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് എൻ്റെ ദേവതകൾ കാണിച്ചു തന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ആ സത്യങ്ങൾ നിങ്ങളോട് പറയും, നിങ്ങൾ എനിക്ക് ദക്ഷിണ തന്നില്ലെങ്കിലും പ്രശ്നമില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയോട് ഇങ്ങനെ സംസാരിച്ചതും കൂട്ടുകാരാണെങ്കിലോ ഇവനോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ സച്ചി, നീ നിന്റെ കൈയൊന്ന് കാണിച്ചു കൊടുത്തേ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ എന്താ പറയുന്നതെന്നെങ്കിലും അറിയാലോ എന്നും പറഞ്ഞ് ഇവന്മാരൊക്കെ കൂടെ നിർബന്ധിച്ചു. അപ്പോൾ നമ്മുടെ സച്ചിയാണെങ്കിൽ എന്നാൽ എന്തേലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പുള്ളിക്കാരൻ ആ കൈ അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൈ കണ്ടു. അപ്പം നമ്മുടെ ഈ ഒരു സന്യാസി അമ്മാവനാണെങ്കിലോ കൈ നോക്കിയതും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഭാര്യയാണല്ലേ നിങ്ങൾക്കുള്ളത്. അതൊക്കെ ശരി തന്നെയാണ്. അല്ല, എന്താണ് സംഭവം? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കും. അത് നിങ്ങളുടെ നാവുദോഷം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രത്യേകം കരുതിയിരിക്കണം. ആരോടും ആരെയും വെറുപ്പിക്കുന്ന രീതിയിൽ ഒരു സംസാരവും ഉണ്ടാകരുത്. പിന്നെ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സച്ചിയുടെ കൂട്ടുകാർക്കാണെങ്കിലോ ഇതൊക്കെ കേൾക്കുമ്പോൾ ചെറിയ പേടിയൊക്കെ ആയിട്ടോ. സച്ചിയാണെങ്കിൽ പുല്ല്, ഇതൊന്നും നമുക്ക് വലിയ വിഷയമല്ല എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം സച്ചിക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി ആ ഒരു അമ്മാവനാണെങ്കിലോ സച്ചിയോട് പറഞ്ഞു, മോനെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്നും പറഞ്ഞു സച്ചി പോക്കറ്റിൽ നിന്നും ഒരു 100 രൂപ എടുത്തിട്ട് പുള്ളിക്കാരന് ദക്ഷിണ പോലെ കൊടുത്തു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങേരാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു. പിന്നീടാണെങ്കിലും സച്ചിയുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ സച്ചി, ആ അമ്മാവൻ പറഞ്ഞത് എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നുന്നു. അയാൾ നിന്റെ നാവിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ, അത് ശരിയായിരിക്കും. നീ മിക്കവാറും ആൾക്കാർക്ക് പിടിക്കാത്ത രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ദേ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ഇന്ന് കാറൊന്നും ഓടിക്കാൻ നിൽക്കണ്ട, നീ നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. എടാ, നീ എന്തൊക്കെയായി പറയുന്നത്? വല്ലതും ഒക്കെ വിളിച്ച് പറഞ്ഞു എന്നും പറഞ്ഞ് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലേ എൻ്റെ വീട്ടിലെ കടബാധ്യതകളൊക്കെ നീ തീർക്കുമെന്ന് ചോദിക്കുക സച്ചി. ഇത് കേട്ടതും എൻ്റെ പൊന്നു സച്ചി, നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാന്നും പറഞ്ഞ് അവന്മാരവിടെ അങ്ങനെ നിൽക്കുമ്പോൾ സച്ചിക്ക് ഒരു കോള് വരികയാണ്. സച്ചി ആണെങ്കിലോ അതെ, എനിക്ക് ഒരു കോൾ ഒത്തു വരുന്നുണ്ട്, എന്തായാലും നല്ലൊരു ഓട്ടോ ആയിരിക്കും എന്നും പറഞ്ഞ് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പം വിളിച്ചതൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. പുള്ളിക്കാരനാണെങ്കിലോ ഇത് നമ്മുടെ സച്ചിയുടെ ഓട്ടോ ഒക്കെ എപ്പോഴും വിളിക്കുന്ന ഒരാളുമാണ്.
അങ്ങനെ ദേ ഞങ്ങൾ ഇന്നടുത്തുണ്ട്, നീ അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്നും പറഞ്ഞു. സച്ചിയാണെങ്കിലോ ആയിക്കോട്ടെ സാറേ ഞാൻ പെട്ടെന്ന് വരാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് പോയി. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മയാണ്. ലക്ഷ്മിയമ്മയാണെങ്കിൽ അവിടെ നിന്ന് പൂവൊക്കെ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പം ദേവു അങ്ങോട്ട് വന്നു. എൻ്റെ അമ്മയ്ക്ക് ഇത്ര വലിയ പനിയൊക്കെ ഉണ്ടായിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോഴും പൂ കെട്ടി കൊടുക്കുന്നത്? ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തേ, അങ്ങ് മാറിയിരുന്നേന്നും പറഞ്ഞ് ദേവു ആണെങ്കിൽ ലക്ഷ്മിയമ്മയോട് ദേഷ്യപ്പെട്ടു. അപ്പം അമ്മ പറഞ്ഞു, മോളെ അതൊന്നും സാരമില്ല, നമ്മളെ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ദേ അവർക്ക് സമയത്തിന് ഈ പൂക്കൾ എത്തിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പൂ കെട്ടിക്കൊണ്ട് നിൽക്കുമ്പം രാവിലെ ഒരു ഭക്ഷണവും കഴിക്കാതെയാണ് പുള്ളിക്കാരി ഇവിടെ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവു ആണെങ്കിൽ അമ്മ ദേ ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, ഈ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അമ്മ ബാക്കി പണിയൊക്കെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ രേവതി ആണെങ്കിൽ അങ്ങോട്ട് വന്നു. അപ്പം അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞ് ദേവു വിളിച്ചു പറഞ്ഞതനുസരിച്ചാണ് രേവതി അവിടെ എത്തിയത്. അവൾ അമ്മയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ദേ വയ്യാതെ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പണിയൊന്നും എടുക്കാൻ നിൽക്കരുത്, മര്യാദക്ക് അവിടെ ഇരുന്നേ, ഇച്ചിരി കഞ്ഞി കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് കഞ്ഞിയൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മുടെ ലക്ഷ്മിയമ്മ അത് കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ശരത്തും അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടി വന്നു. അപ്പം ഇവർ വന്ന പാടെ തന്നെ നമ്മുടെ രേവതിക്കാണെങ്കിൽ ശരത്തിൻ്റെ ആ ഒരു മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ശരത്തെ, അമ്മയ്ക്ക് ഇത്രയും വയ്യാണ്ടിരിക്കുകയാണ്, എന്നിട്ടും നീ അമ്മയെ ഒന്ന് സഹായിക്കാതെ ഈ അലവലാദികളുടെ കൂടെയൊക്കെ കറങ്ങി നടക്കുകയാണല്ലേ? ശരിക്കും പറഞ്ഞാൽ ശരത്ത് പഴയതുപോലെയുള്ള ഒരു കമ്പനിയിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അപ്പം അവൻ്റെ ഈ ഒരു സ്വഭാവ രീതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്മിയമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ആ വീട്ടിൽ കിട്ടുന്നേ ഇല്ല. അപ്പം ദേവു ആണെങ്കിൽ ചേച്ചി അവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും, അവന് നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവനോടൊന്നും പറയാൻ നിൽക്കണ്ട ചേച്ചി, അവന് ചേച്ചിയോട് ദേഷ്യമാകുമെന്നും പറഞ്ഞ് ദേവു വിലക്കുന്നൊക്കെ ഉണ്ട്. രേവതി ആണെങ്കിലോ എടാ നീ എൻ്റെ ശരത്തിനേലും എത്ര വയസ്സിന് മൂത്തതാടാ, എന്നിട്ട് നീ ഈ ചെറുക്കനെയും കൊണ്ടാണോ നടക്കുന്നത്? അവനെ മര്യാദക്ക് കോളേജിൽ പോയി പഠിക്കുന്ന ഒരു പയ്യനല്ലേ, നിനക്ക് നിന്റെ തരക്കാരുമായിട്ട് കൂട്ടുകൂടിയാൽ പോരെന്നൊക്കെ ചോദിച്ച് ആ വന്ന ആ ഒരു ഗുണ്ടയോട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അവന് പറഞ്ഞത് നമ്മുടെ ശരത്തിന് ഇഷ്ടപ്പെട്ടില്ല. ശരത്താണെങ്കിലോ അതെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. എടാ ഞാൻ പറഞ്ഞത് സത്യമല്ലേ, ഇവൻ എന്തോ ഒരു കുടികാരനാണ്, ഇങ്ങനെയുള്ള ഇവൻ്റെ കൂടെ നടന്ന നീയും ചീത്ത സ്വഭാവത്തിൽ പെട്ടു പോവില്ലേന്ന് പറഞ്ഞതും നമ്മുടെ ആ സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞു, അതെ ഞാൻ കുടികാരനൊക്കെയാണ്, പക്ഷെ ഞാൻ വല്ലപ്പോഴേ കഴിക്കാറുള്ളൂ. ചേച്ചി ആദ്യം സച്ചിയേട്ടനെ കുറിച്ചൊന്ന് ആലോചിക്ക്, സച്ചിയേട്ടൻ എങ്ങനെയാണ് പെരുമാറുന്നത്, പുള്ളിക്കാരൻ എന്തുമാത്രം തണ്ണിയാണ്. അന്ന് തന്നെ ശരത്തിനെ തല്ലിയത് അത് പുള്ളി വെള്ളം അടിച്ചു വന്നിട്ടാണല്ലോ, അതുകൊണ്ടല്ലേ ഇവന്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് ദേഷ്യം വന്നു. അവളാണെങ്കിൽ എടാ നിനക്കൊക്കെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാടാന്ന് ചോദിച്ച് അവനെ തല്ലാൻ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ ശരത്താണെങ്കിലോ ദേ ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല, മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ ഈ ശരത്ത് ആരാണെന്ന് ചേച്ചി അറിയുമെന്നും പറഞ്ഞ് അവൻ നമ്മുടെ രേവതിയുടെ നേരെ ദേഷ്യപ്പെടുകയാണ്. അപ്പം ഇവൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ലക്ഷ്മിയമ്മയാണെങ്കിൽ അവനെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങി വരികയാണ്. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു കൂട്ടുകാരനാണെങ്കിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. രേവതിയോട് തീരാത്ത ദേഷ്യമാണ് അവൻ അന്നേരം തോന്നുന്നത്. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുധിയെയും അതുപോലെ തന്നെ ഒരു കാർ ഷോറൂമിലേക്ക് സുധി എത്തുകയാണ്. അപ്പം അതാ അവൻ അവിടെ ചെന്നതും സാറേ എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ വേണം, എത്രയും പെട്ടെന്ന് തന്നെ വേണം, അത്യാവശ്യം നല്ലൊരു മോഡൽ നോക്കി ഒന്ന് കാണിച്ചു തരാമോ എന്നും പറഞ്ഞ് മാനേജറുടെ അടുത്ത് സംസാരിച്ചു. അല്ല സാർ എന്തെങ്കിലും വർക്ക് ചെയ്യുവാണോ എന്ന് ആ മാനേജർ തിരിച്ച് നമ്മുടെ സുധിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ഞാൻ വലിയൊരു ബിസിനസ്സുകാരനാണ്, എൻ്റെ കീഴിൽ 10-20 സ്റ്റാഫും ഒക്കെ ഉണ്ട്, ഞാൻ വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരൻ ഡെയിലി അടിക്കുന്ന പോലെയുള്ള ആ ഒരു പൊങ്ങച്ചം അതങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സാറേ ഇങ്ങ് വാ, പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്, എന്തായാലും അധികം ഒന്നും ഓടിയിട്ടില്ല, സെക്കൻഡ് ഹാൻഡ് ആണെന്നൊന്നും ആരും പറയില്ല സാറേ, സാറിന് പറ്റിയ വണ്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ മാനേജറാണെങ്കിലോ ഇവനെ കൊണ്ടുപോയി വണ്ടിയൊക്കെ കാണിച്ചു. അപ്പം വണ്ടി കണ്ടതും നമ്മുടെ നീലിമയുടെ അടുത്ത് നിന്നും അടിച്ചു മാറ്റിയ പൈസയൊക്കെ സുധിയുടെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് സുധി അതിന് ഈ കാറും ഒക്കെ വാങ്ങിച്ച് അതിനുശേഷം ബിസിനസ് ചെയ്ത് ഭയങ്കര മുതലാളിയാകാം എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ആശാൻ കാറ് വാങ്ങാൻ വന്ന കാര്യമൊന്നും നമ്മുടെ ശ്രുതിയുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല.
അങ്ങനെ കാറൊക്കെ ആശാൻ ഏകദേശം ഇഷ്ടപ്പെട്ടു. അതിനുശേഷമാണെങ്കിലും ദേ ഈ കാറ് എൻ്റെ വൈഫിനെ കൂടെ ഒന്ന് കാണിക്കണം, അതുകൊണ്ട് ഞാൻ അവളെ ഒന്ന് വിളിച്ച് ഈ വണ്ടി ഒന്ന് കാണിച്ചോട്ടെ കേട്ടോ, അതിനുശേഷം ഞങ്ങൾ ഓക്കെ പറയുന്നതായിരിക്കും എന്ന് മാനേജറുടെ അടുത്തും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കോൾ ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ നമ്മുടെ സച്ചി ഒരു പുള്ളിക്കാരൻ ഓട്ടം വിളിച്ചല്ലോ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. അപ്പം അയാളുടെ അടുത്തേക്ക് സച്ചി ചെന്നതും ഇവരാണെങ്കിൽ സംസാരിച്ചു. അതെ ദേ ഇവർ വന്നിരിക്കുന്നത് വേറെ ഒരു സ്ഥലത്ത് നിന്നാണ്. അപ്പം പുള്ളിക്കാരനൊരു കാറ് വേണം, അതും സെക്കൻഡ് ഹാൻഡ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് ഹാൻഡ് കാറ് മതി ഈ ലോക്കൽ ഓട്ടോ ഒക്കെ ഒന്ന് ഓടുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളതൊന്ന് കാണിച്ചു കൊടുക്കുമോ? സച്ചിക്കാവുമ്പം അത്യാവശ്യം വണ്ടിയെ കുറിച്ചിട്ട് നല്ല പരിചയമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. സച്ചി ആണെങ്കിൽ അതിനെന്താ സാറേ, ഞാൻ കാണിച്ചു തരാം, എനിക്ക് പരിചയമുള്ളൊരു കടയുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സുധി വണ്ടി എടുക്കാൻ വന്ന അതേ കടയിലേക്ക് തന്നെ സച്ചി ഈ പുള്ളിക്കാരന്മാരെയൊക്കെ കൂട്ടി അവിടെ അങ്ങ് വന്ന പാടെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ് ഞങ്ങൾ തന്നെ നോക്കാമെന്നും പറഞ്ഞ് അവന്മാരൊക്കെ കൂടി അവിടെ അങ്ങ് കയറി. അപ്പം വണ്ടികളുടെ സെറ്റപ്പും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ നോക്കി അത്യാവശ്യം കൊള്ളാവുന്നൊരു വണ്ടി പുള്ളിക്കാരൻ സെലക്ട് ചെയ്തു. അപ്പം സച്ചി ആണെങ്കിൽ ഞാൻ ആ വണ്ടി ഒന്ന് നോക്കട്ടെ, നല്ലതാണോ എന്നൊക്കെ നോക്കട്ടെ എന്നും പറഞ്ഞു. അങ്ങനെ ഇവർ ഈ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മുടെ ശ്രുതിയും എത്തി. ശ്രുതി വന്ന പാടെ സച്ചിയല്ല കേട്ടോ, സോറി സുധി നേരെ പറഞ്ഞു, ദേ ഇങ്ങ് വന്നേ, ഞാനേ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അത്യാവശ്യം നല്ലൊരു കാറ് സെലക്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. നീ അത് കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ആ വണ്ടി വാങ്ങാം. എൻ്റെ പൊന്നു സുധി, നിങ്ങൾ എന്ത് മണ്ടത്തരം ഈ കാണിക്കുന്നത്? ഇപ്പം തന്നെ പൈസയൊക്കെ അധികമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള കാശ് അത് എവിടെ നിന്നുണ്ടാവും? എടി, അന്നേരം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നോ, ഞാനൊരു ബിസിനസ്സുകാരനായിട്ട് വരണമെങ്കിൽ മിക്കവാറും എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കേണ്ടി വരും. അപ്പം അങ്ങോട്ട് ഒരു കാറിലൊക്കെ ചെന്നിറങ്ങുമ്പം അവിടെ നിന്ന് ഒരു മര്യാദയൊക്കെ കിട്ടുമല്ലോ. അതുമാത്രമല്ല ഞാൻ വലിയൊരു മുതലാളിയാകുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അപ്പം ആ ഒരു കാര്യമൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നിന്നപ്പം സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഈ വണ്ടി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമുക്കൊരു വിലയും മതിപ്പും ഒക്കെ ഉണ്ടാവുമെന്നും പറഞ്ഞ് ശ്രുതിയെ നിർബന്ധിച്ച് അവൻ കൊണ്ടുവന്ന് ആ ഒരു വണ്ടിയും കാണിച്ചു. അപ്പം വണ്ടി കാണിച്ചതും ശ്രുതിയാണെങ്കിൽ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ അകത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിയും അവിടെ പോയി വണ്ടികളൊക്കെ പരിശോധിച്ചു. കൂട്ടത്തിൽ കൊള്ളാവുന്ന വണ്ടി എന്ന് തോന്നിയത് നമ്മുടെ ശ്രുതി സെലക്ട് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ സച്ചി ആണെങ്കിൽ ദേ സാറേ, സാറിന് ഈ വണ്ടി ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് സാർ ഇതിന് വേണ്ടുന്ന അഡ്വാൻസ് ഒക്കെ കൊടുത്തോന്ന് പറഞ്ഞു. അപ്പോൾ സച്ചി ഈ കാര്യങ്ങൾ പറഞ്ഞതും ആ രാഷ്ട്രീയ പ്രവർത്തകൻ മാനേജറോട് സംസാരിച്ചു. മാനേജറാണെങ്കിലോ, അയ്യോ സാറേ, അതിലൊരു ചെറിയ പ്രശ്നമുണ്ടല്ലോ, ഇവിടെ വേറൊരു ക്ലയൻസ് വന്നിട്ടുണ്ട്. അപ്പം അവരും ഈ വണ്ടി തന്നെ നോക്കി അവരാണ് അതിന് ഓക്കെ പറഞ്ഞത്. അപ്പം ഇനി എന്ത് ചെയ്യും സച്ചി, ഞങ്ങൾ നിന്നെ വിശ്വസിച്ചല്ലേ വന്നേന്നൊക്കെ പറഞ്ഞ് ഇങ്ങേര് സച്ചിയോട് ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കിനും, സാറേ ആ ക്ലയൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പോയൊന്ന് സംസാരിച്ച് നോക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സച്ചി ആ ഒരു റൂമിനകത്തോട്ട് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നത് ശ്രുതിയും സുധിയുമാണ്. അപ്പം ഇവനാണോ വലിയ മുതലാളിയെന്നും പറഞ്ഞ് സച്ചി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇവൻ ഇവിടെയും വന്ന് മനുഷ്യനെ നാറ്റിക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ സുധി പിന്നാലെ ഇറങ്ങി വരികയാണ്. അപ്പോൾ സുധിയും ശ്രുതിയും കൂടെ സച്ചിയുടെ ഈ സംസാരമൊക്കെ കേട്ട് അവർക്ക് ദേഷ്യം വരികയാണ്. അപ്പം അവർ പറഞ്ഞു, അതെ മാനേജർ സാറേ, ഞങ്ങളാണ് ആദ്യം ഈ കാറ് സെലക്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഇതൊന്നും കേൾക്കാത്ത രീതിയിൽ മാനേജറാണെങ്കിൽ സച്ചിക്കും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും വേണ്ടി അവരോടൊപ്പം നിൽക്കുകയാണ്. സാറേ ഞാൻ പറയുന്നത് സാറൊന്ന് കേക്ക്. സച്ചി ആണെങ്കിൽ നമ്മുടെ സുധിയെ കുറിച്ചിട്ട് ഇവൻ ഈ കാറിൻ്റെ EMI പോലും മര്യാദ കടക്കുമെന്ന് എനിക്കൊരു വിശ്വാസം ഇല്ല സാറേ. ഇവൻ പകുതി പേയ്മെൻറ്റ് ചെയ്തിട്ട് പകുതി ചെയ്യാതെ മുങ്ങിക്കളഞ്ഞാലോ? എനിക്കിവനെ നല്ലതുപോലെ അറിയാം, ഇവൻ പക്കാ ഫ്രോഡാണെന്നും ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും ഒക്കെ സുധിയെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട്. ശരിക്കും പറഞ്ഞാൽ സ്വാമി പറഞ്ഞതുപോലെ നാവദോഷം കൊണ്ട് നമ്മുടെ സച്ചി ചെറിയൊരു ട്രാപ്പിൽ പെടുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം മാനേജറാണെങ്കിലോ റെഡി ക്യാഷ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ നടന്നു. നമ്മുടെ ശ്രുതിയും സുധിയും കൂടെ ദേഷ്യപ്പെട്ട്, നിന്റെ ചേട്ടനായിട്ടും നീ അദ്ദേഹത്തിന് വേണ്ടുന്ന പരിഗണന കൊടുത്തില്ലെന്നും പറഞ്ഞ് ശ്രുതിയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇവരിറങ്ങി പോകുമ്പോഴത്തേക്കിനും ശ്രുതിക്കാണെങ്കിൽ വലിയ സങ്കടമൊക്കെ ആയിട്ടോ.
എന്ത് ചെയ്യാനാ, ആഗ്രഹിച്ച് മോഹിച്ച ഒരു കാറ് വന്ന് നോക്കി. ആ കാറാണെങ്കിൽ അവൻ വന്ന് തട്ടിയെടുക്കുകയും ചെയ്തു. ദുഷ്ടൻ, ഇവൻ ഗതി പിടിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സച്ചിയെ പ്രാഗിക്കൊണ്ട് സുധി അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ സുധി പോയതും നമ്മളെ കാണിക്കുന്നത് സച്ചിയും അതുപോലെ ആ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ കൂടി ചേർന്ന് ആ ഒരു വണ്ടി അങ്ങ് ഡീലാക്കി അതിൻ്റെ ഒരു ചെറിയ പാർട്ടി നമ്മുടെ സച്ചിക്ക് വേണ്ടിയിട്ട് അവരൊരുക്കുകയാണ്. ഇതൊക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഒരു ബാറിലാണ്. അപ്പം ആ ബാറിൽ നമ്മുടെ ശരത്തിൻ്റെ ഒരു കൂട്ടുകാരൻ, അതായത് രേവതി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ച ഒരു പുള്ളിക്കാരൻ, അവനും അവിടെ ഇരിക്കുക. അപ്പം സച്ചിയോട് നല്ല ദേഷ്യമുള്ള അവനാണെങ്കിലും സച്ചിയോടുള്ള ദേഷ്യവും രേവതിയോടുള്ള ദേഷ്യവും ഒക്കെ സച്ചിയുടെ പുറത്ത് തീർക്കാമെന്നുള്ള ഒരു ഉറപ്പിൽ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും സച്ചി ഈ ഒരു ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് ഒഴിച്ച് ഈ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കൊടുക്കുകയാണ്. അപ്പം ഇവനൊരു കുടിയനാണെന്നും ഇവൻ വണ്ടി ഓടിക്കുന്നത് വെള്ളം അടിച്ചിട്ടാണ് എന്നുള്ള രീതിയിലും ഒക്കെ നെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വീഡിയോ ഒക്കെ സച്ചി ഇങ്ങനെ ഡ്രിങ്ക്സ് എടുക്കുന്നതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. അപ്പം അത് പോസ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ കൂട്ടുകാരനെ ചുമതലപ്പെടുത്തുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് എൻഡിങ്ങോട് കൂടിയാണ് ആ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്